ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക് എന്ന ഒന്നാമത്തെ അധ്യായത്തിൽ ചിത്രങ്ങളുടെ പ്രത്യേകതയാണ് ചർച്ച ചെയ്യുന്നത്. റാസ്റ്റർ, വെക്ടർ എന്നിങ്ങനെ രണ്ട് രീതിയിൽ ചിത്രങ്ങളെ നമുക്ക് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്താം. അതിലെ റാസ്റ്റർ ഇമേജും വെക്ടർ ഇമേജും തമ്മിലുള്ളൊരു വ്യത്യാസം ഒരു പ്രവർത്തനത്തോടുകൂടി മനസ്സിലാക്കിയ ശേഷം നമുക്ക് ആ പ്രവർത്തനം ചെയ്യാം. ഹോമിലെ സ്കൂൾ റിസോഴ്സസിലുള്ള 10ാം ക്ലാസ് ഫോൾഡറിലെ honey.png, honey.svg എന്നിങ്ങനെ രണ്ട് ചിത്രങ്ങൾ നമുക്കവിടെ ലഭ്യമാണ്. ഈ ചിത്രങ്ങൾ ജിംബ് സോഫ്റ്റ്വെയറിൽ തുറന്ന് അവയിലെ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ചിത്രങ്ങൾക്ക് വരുന്ന മാറ്റം എന്താണെന്ന് നോക്കിയ ശേഷം നമുക്ക് മുന്നോട്ട് പോവാം. honey.png എന്ന ചിത്രത്തിനെ നമുക്ക് ജിംബിൽ തുറക്കാം. ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ വിത്ത് ജിംബ് ഇമേജ് എഡിറ്റ്. ഇപ്പോൾ ചിത്രം ജിംബിൽ തുറന്നു വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിന്റെ ഫയൽ സൈസ് വ്യത്യാസപ്പെടുത്താം. അതിനായി ആ ചിത്രത്തിന്റെ സൈസ് നമുക്ക് മനസ്സിലാക്കാൻ ഇമേജ് ടാബിലെ ഇമേജ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് കിട്ടും. സൈസ് ഇൻ പിക്സലിൽ നമുക്ക് 300x150 പിക്സൽ വലിപ്പമുള്ളൊരു ചിത്രമാണ് തുറന്നിരിക്കുന്നത്. ആ ഫയലിന്റെ ഏതാണോ ഫയൽ സൈസ് അതേ ഫയൽ സൈസിലാണ് നമുക്ക് തുറന്നു വന്നിരിക്കുന്നത്. ഈ ചിത്രത്തെ നമുക്ക് വലിയൊരു ക്യാൻവാസിലേക്ക് സ്കെയിൽ ചെയ്ത് നോക്കാം. അതായത് ഈ ചിത്രത്തിനെ ഇപ്പോൾ ഒരു വലിയ ചിത്രത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് വയ്ക്കുക. ഒരു വലിയൊരു വർക്കിലേക്ക് ഈ ചിത്രം ഒരു ലോഗോയാണ്. ഈ ലോഗോയെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് വയ്ക്കുക. അതിനായി ചിത്രത്തിന്റെ വലിപ്പം കൂടേണ്ടതുണ്ട്. സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ചിത്രത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിലെ വർദ്ധിപ്പിക്കേണ്ടുന്ന ഫയലിന്റെ വലിപ്പം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലെ വിഡ്ത്ത് 2400 ഹൈറ്റ് 1800 വേണ്ടത്. വിഡ്ത്ത് എന്ന ഭാഗത്ത് 2400 എന്നും ഹൈറ്റ് എന്ന ഭാഗത്ത് 1800 എന്നും ടൈപ്പ് ചെയ്ത് നൽകുക. സ്കെയിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ചിത്രം വലുതാകുന്നു. മൂവ് ടൂൾ ഉപയോഗിച്ച് ഈ ചിത്രത്തെ നീക്കി നോക്കിക്കഴിഞ്ഞാൽ ചിത്രം വലുതായതോടുകൂടി ഇതിന്റെ വ്യക്തത നഷ്ടപ്പെട്ടതായി നമുക്ക് മനസ്സിലാകാം. വ്യക്തത കുറഞ്ഞു വരുന്നു. ഇത് നമ്മളിപ്പോൾ തുറന്ന ഈ honey.png എന്ന ചിത്രം ഇതൊരു റാസ്റ്റർ ചിത്രമാണ്. നമുക്ക് മറ്റൊരു വെക്ടർ ചിത്രത്തിനെ പരിശോധിക്കാം. honey.svg എന്ന ചിത്രവും നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ചിത്രത്തെ ജിംബിൽ തുറക്കാം. ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ വിത്ത് ജിംബ് ഇമേജ് എഡിറ്റർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ചിത്രം തുറന്നു വരുമ്പോൾ തന്നെ ആ ചിത്രത്തെ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ജാലകം തന്നെ വരുന്നു. ആ ജാലകത്തിൽ നമുക്ക് വിഡ്ത്തും ഹൈറ്റും ആവശ്യമുള്ള വലിപ്പത്തിലേക്ക് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ചിത്രത്തിന്റെ വലിപ്പം വിഡ്ത്ത് 300 ഹൈറ്റ് 150 പിക്സൽ വലിപ്പത്തിൽ തന്നെയാണ്. നമുക്ക് ഈ ചിത്രത്തിന് കുറച്ചുകൂടെ വലിപ്പത്തിൽ ആവശ്യമുള്ളതിനാൽ അവിടെ വിഡ്ത്ത് എന്നത് 2400, ഹൈറ്റ് എന്നത് 1800 എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് നൽകുന്നു. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ചിത്രം ഇമ്പോർട്ട് ആവുന്നു. ഇപ്പോൾ ആ ചെറിയ ചിത്രം ഇതിലേക്ക് പുതിയ ക്യാൻവാസിലേക്ക് വലിയ വലിപ്പമുള്ള ക്യാൻവാസിലേക്ക് ഇമ്പോർട്ട് ആയതും നമ്മൾ പഴയ PNG ചിത്രം ഇമ്പോർട്ട് ആയപ്പോൾ വന്ന വ്യത്യാസവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. SVG ചിത്രം വന്നപ്പോൾ ചിത്രത്തിന് യാതൊരുവിധ ക്ലാരിറ്റി നഷ്ടവും വന്നിട്ടില്ല. ചിത്രത്തിന് യാതൊരുവിധ വ്യക്തതയും നഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ നമുക്ക് ആ ചിത്രത്തിന്റെ SVG
PNG എന്നിവയുടെ പ്രത്യേകതകളൊന്ന് പരിശോധിക്കാം. ഒരു PNG ചിത്രം ജിംബിൽ ഉൾപ്പെടുത്തിയപ്പോൾ ചിത്രത്തിന്റെ യഥാർത്ഥ ഇമേജ് സൈസിൽ തന്നെയാണ് ചിത്രം തുറന്നു വന്നത്. എന്നാൽ SVG ചിത്രം ജിംബിൽ ഉൾപ്പെടുത്തിയപ്പോഴോ ചിത്രത്തെ വിവിധ ഇമേജ് സൈസുകളിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് തുറക്കാനുള്ള ഒരു പുതിയ ജാലകവും വന്നു. PNG ചിത്രത്തിൽ വലിപ്പം കൂടിയ ക്യാൻവാസിലേക്ക് മാറ്റുന്തോറും ചിത്രത്തിന്റെ വ്യക്തത നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. SVG ചിത്രത്തിലാണെങ്കിൽ ചിത്രത്തെ എത്ര വലിയ ക്യാൻവാസിലേക്ക് ഉൾപ്പെടുത്തിയാലും വ്യക്തത നഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ റാസ്റ്ററും വെക്ടറും തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കാം. കമ്പ്യൂട്ടറിൽ ഓരോ ചിത്രവും രൂപപ്പെടുത്തുന്നത് നിറമുള്ള നിരവധി ചെറിയ ചതുരങ്ങൾ അഥവാ പിക്സൽസ് കൊണ്ടാണ്. 800x600 സൈസുള്ള ചിത്രത്തിൽ X അക്ഷത്തിൽ 800ഉം Y അക്ഷത്തിൽ 600ഉം പിക്സലുകൾ ഉണ്ടാകും. അതായത് ആകെ 800ഉം Y അക്ഷത്തിൽ 600ഉം പിക്സലുകൾ ഉണ്ടായിരിക്കും. അതായത് ആകെ 4,80,000 പിക്സലുകൾ. റാസ്റ്റർ ചിത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ഓരോ പിക്സലിന്റെയും നിറവും വലിപ്പവും അതിന്റെ പ്രോഗ്രാമിൽ എഴുതപ്പെടുന്നു. ഇവയെ ബിറ്റ്മാപ്പ് ചിത്രങ്ങൾ എന്ന് വിളിക്കുന്നു. ചിത്രങ്ങൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അധിക പിക്സലുകളെ തൊട്ടടുത്തുള്ള പിക്സലുകളുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനമാക്കി സൃഷ്ടിക്കപ്പെടുന്നു. എന്നാൽ വെക്ടർ ചിത്രങ്ങൾ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ അഥവാ ആരംഭ ബിന്ദു അന്ത്യബിന്ദു നിർവചിക്കപ്പെടുന്ന പാത്ത് ഉപയോഗിച്ചാണ് നിർമ്മിക്കപ്പെടുന്നത്. ഈ പാത ഗണിത രൂപങ്ങളായ നേർവരകളുടെയോ സമചതുരത്തിന്റെയോ ത്രികോണത്തിന്റെയോ വക്രത്തിന്റെയോ ഒക്കെ ഭാഗമാകാം. ഇവയുടെ ദിശയടക്കമുള്ള പ്രത്യേകതകൾ സമവാക്യങ്ങളിലൂടെ നിർവചിക്കപ്പെടുന്നതിനാൽ ചിത്രം സ്കെയിൽ ചെയ്യുമ്പോൾ സമവാക്യത്തിനനുസരിച്ച് ആവശ്യമായ പ്രത്യേകതകൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. SVGയുടെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് പരിശോധിക്കാം. SVG ഫയൽ ഫോർമാറ്റ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളി തയ്യാറാക്കിയ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പ്രസിദ്ധപ്പെടുത്തുമ്പോഴുള്ള പ്രശ്നങ്ങളായിരുന്നു. ആദ്യകാലങ്ങളിൽ JPGയിലോ GIF ഫോർമാറ്റിലോ ഉള്ള ചിത്രങ്ങൾ മാത്രമായിരുന്നു ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിരുന്നത്. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം ഒന്നുകിൽ ചിത്രം വളരെ വലുതായിരിക്കും അല്ലെങ്കിൽ വ്യക്തത കുറവായിരിക്കും. ഈ പ്രശ്നത്തിന് ആദ്യമായി ഒരു പരിഹാരം നിർദ്ദേശിച്ചത് മാക്രോമീഡിയ അവരുടെ ഫ്ലാഷ് ഇമേജ് ഫോർമാറ്റ് അവതരിപ്പിച്ചതോടുകൂടിയാണ്. എന്നാൽ ഇത് ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആയിരുന്നില്ല, ഒരു ഉടമസ്ഥാവകാശമുള്ള ഒന്നായതിനാൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് അപ്രായോഗികമായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഏവർക്കും ലഭ്യമാകുന്ന തരത്തിൽ SVG എന്ന ഫയൽ ഫോർമാറ്റിന്റെ രംഗപ്രവേശം. സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് SVG. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ആണ് ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ദ്വിമാന വെക്ടർ ചിത്രങ്ങൾ തയ്യാറാക്കാനാണ് ഈ ഫോർമാറ്റ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഉടമസ്ഥാവകാശമുള്ളതും അല്ലാത്തതുമായ ധാരാളം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് SVG ഫയലുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇങ്ക്സ്കേപ്പ്, സ്കെച്ച്, കാർബൺ 14, അഡോബ് ഇല്ലസ്ട്രേറ്റർ, കോറൽ ഡ്രോ തുടങ്ങിയവ ഇത്തരത്തിൽ SVG ഫയലുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു മെച്ചം ഏതുതരം സോഫ്റ്റ്വെയറിൽ നിർമ്മിക്കപ്പെട്ട വെക്ടർ ചിത്രങ്ങൾക്കും യോജിച്ച ഒന്നാണ് ഇത് എന്നതായിരുന്നു. കൂടാതെ നിർമ്മിക്കുന്ന ചിത്രത്തെ വ്യക്തത ഒട്ടും തന്നെ ചോർന്നു പോവാതെ ഏത് തരത്തിലും വലിപ്പ ക്രമീകരണം നടത്താമെന്നതാണ് SVG ഫോർമാറ്റിന്റെ പ്രത്യേകത. ഇപ്പോൾ ഗ്രാഫിക്സിന്റെ ആ ഒരു SVG PNG ചിത്രങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കി, നമ്മൾ റാസ്റ്ററും വെക്ടറും തമ്മിലുള്ള ഒരു വ്യത്യാസവും മനസ്സിലാക്കി. ഗ്രാഫിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പലപ്പോഴും ചിത്രങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരും. ഇത്തരം സന്ദർഭങ്ങളിൽ SVG അഥവാ സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് ചിത്രങ്ങളാണെങ്കിൽ വ്യക്തത നഷ്ടപ്പെടാതെ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ബിറ്റ്മാപ്പ് ചിത്രങ്ങളുടെ വ്യക്തത നിലനിർത്തുന്നതിൽ പരിമിതികളുണ്ട്. ബിറ്റ്മാപ്പ് ചിത്രങ്ങൾ റാസ്റ്റർ ചിത്രങ്ങളും SVG ചിത്രങ്ങൾ വെക്ടർ ചിത്രങ്ങളുമാണ്. ജിംബ് പ്രധാനപ്പെട്ട ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇങ്ക്സ്കേപ്പ്, ലിബ്രിയോഫീസ് ഡ്രോ, കാർബൺ, അഡോബ് ഇല്ലസ്ട്രേറ്റർ, കോറൽ ഡ്രോ മുതലായവ വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളാണ്. ഇതിൽ തന്നെ ഇങ്ക്സ്കേപ്പ്, ലിബ്രിയോഫീസ് ഡ്രോ എന്നിവ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളുമാണ്.